God created man in his own image. In the image of God he created him, male and female he created them. ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. ആൻഡ് ഏറ്റവും ആദ്യത്തെ ദൈവത്തിന്റെ കൽപ്പന എന്തുവാണെന്ന് നോക്കിക്കേ. God blessed them. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം എന്തോ അവരോട് പറഞ്ഞത്? God said to him എന്നല്ല പറഞ്ഞിരിക്കുന്നത്, God said to them. രണ്ടു പേർക്കും ദൈവം കൊടുത്ത ഒരു മാൻഡേറ്റ് എന്തുവായിരുന്നു? ബി ഫ്രൂട്ട്ഫുൾ അല്ലേ? മലയാളത്തിൽ എങ്ങനെ പറയുന്നത്? പെരുകി ഭൂമിയിൽ നിറഞ്ഞ്. യെസ്, അതിനകത്ത് പറയുന്നത് ദൈവം ഉണ്ടാക്കിയ സകലത്തിന്റെ മീതെയും നിങ്ങൾ വാഴണം. ഈ ഭൂമിയിൽ നിങ്ങൾ വാഴണം. ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ അല്ലേ? സോ ജസ്റ്റ് ലൈക്ക് ഇറ്റ് ഈസ് ഫോർ മാൻ, ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, യെസ്, നമ്മളത് പഠിക്കുമ്പം നമ്മുടെ വീടുകളുണ്ട് അല്ലേ? വി സ്റ്റാർട്ട് ഫ്രം നമ്മുടെ പേഴ്സണൽ ലൈഫ്സ് ഉണ്ട്, നമ്മുടെ വീടുകളുണ്ട്. ബട്ട് ദിസ് ഈസ് ഗോഡ്സ് അൾട്ടിമേറ്റ് പർപ്പസ് ഫോർ യുവർ ലൈഫ് അല്ലേ? ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തെയും കൊണ്ട്. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആക്കി വെച്ചിരിക്കുക. ഇപ്പൊ സിസ്റ്റർ ഇവിടെ ദെബോറയെ കുറിച്ച് പറഞ്ഞു, എസ്തറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ദേ വർ കിങ്ഡം വിമൺ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതികളെ നിവർത്തിക്കേണ്ടതിന് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരായിരുന്നു അവർ. ആമേൻ. അതുകൊണ്ട് നമ്മുടെ കൾച്ചറിനകത്തുനിന്നോ എവിടെ നിന്നൊക്കെയോ നമ്മളൊരു ചുരുങ്ങിയ മനസ്സുള്ളവരായി പോകുന്നു പലപ്പോഴും അല്ലേ? നമ്മളെ പഠിപ്പിക്കുന്നതും ഒരു പക്ഷേ ആ ഒരു രീതിയിലാണ്. സോ ഐ ആം നോട്ട് ഹിയർ ടു ജസ്റ്റ് ടെൽ യു ഹൗ ടു ബി ബെറ്റർ വൈഫ്സ് ആൻഡ് ബെറ്റർ മദേഴ്സ്. ഓക്കെ, അതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്. ബട്ട് ഗോഡ് ഹാസ് എ ഗ്രേറ്റർ പർപ്പസ് ഫോർ യുവർ ലൈഫ്. ഹല്ലേലൂയ അല്ലേ? ദൈവത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി ദൈവം നമ്മളെ കണ്ടിരിക്കുക. അതിനകത്തുള്ള പല ഫൗണ്ടേഷണൽ ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം. ബട്ട് ഗോഡ് വാണ്ട്സ്, ദൈവം അങ്ങനെയാണ് നമ്മളെ ഒരു കിങ്ഡം മാൻഡേറ്റ് ആണ് ദൈവം സഹോദരിമാരുടെ മീതെ കൊടുത്തിരിക്കുന്നത്. ദെബോരയെ കുറിച്ച് നമ്മൾ കേട്ടു. ഷീ ബിൽറ്റ് അപ്പ് എ ഗുഡ് ഹൗസ്, ഒരു നല്ല ഭവനം, ഒരു നല്ല കുടുംബം. പക്ഷെ അവിടെ കൊണ്ടത് നിന്നു പോകരുത്. അല്പത്തിൽ വിശ്വസ്തരെ ദൈവം അധികത്തിന് കാര്യവിചാരകത്വം ഏൽപ്പിക്കും. ആമേൻ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ദ വിഷൻ ഫ്രം ഗോഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഫോക്കസ്. ഇതാണ്